ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ രക്തം കൊണ്ട് എഴുതപ്പെട്ട ഒരു അധ്യായമാണ് ആറ്റം ബോംബിൻ്റെ കഥ. മനുഷ്യൻ്റെ ശാസ്ത്രീയ മികവിൻ്റെ പരമാവധി കഴിവിൽ നിന്നുണ്ടായ ഈ ആയുധം ഒപ്പം ലോകത്തിൻ്റെ ഭാവി മാറ്റിമറിച്ച ഒരു ദുരന്തവുമാണ്. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ആറ്റം ബോംബുകൾ ലക്ഷക്കണക്കിന് ജീവനുകൾ കവർന്നു, ഒരു നഗരത്തെ മുഴുവൻ ചാരമാക്കി. ഈ ആയുധത്തിൻ്റെ ശക്തി ഒരു നിമിഷം കൊണ്ട് ജനതകളെ ഭയത്തിൻ്റെ നിഴലിലേക്ക് തള്ളിവിട്ടു. ആറ്റം ബോംബ് എന്നത് കേവലം ഒരു ആയുധം മാത്രമല്ല, അത് മനുഷ്യന്റെ സർവനാശ ശേഷിയുടെ പ്രതീകമാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതി ഒരു വശത്ത് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ചപ്പോൾ മറുവശത്ത് ഈ ആയുധം ഭൂമിയെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തി നൽകി. ഈ വീഡിയോയിൽ ആറ്റം ബോംബിന്റെ ഉത്ഭവം, നിർമ്മാണം, ഉപയോഗത്തിന്റെ സാഹചര്യങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായി ചർച്ച ചെയ്യുന്നു. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ദുരന്തം ഇന്നും ലോകത്തിന് മുന്നറിയിപ്പാണ്. ആറ്റം ബോംബിന്റെ ഭീകരത മനസ്സിലാകുമ്പോൾ ശാസ്ത്രം ഒരു വരമാകുമോ അതോ ശാപമാകുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. മലയാളി പ്രേക്ഷകർക്കായി ഈ വീഡിയോയിൽ ഈ ആയുധത്തിന്റെ ഭയാനകമായ വശങ്ങൾ തുറന്നു കാട്ടുന്നു, ഒപ്പം സമാധാനത്തിന്റെ പ്രാധാന്യവും ഓർമ്മപ്പെടുത്തുന്നു. വെൽക്കം ബാക്ക്. ആറ്റം ബോംബിന്റെ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തിന്റെ ഏറ്റവും വിവാദപരമായ നേട്ടങ്ങളിലൊന്നാണ്. ഇതിന്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് റോബർട്ട് ഓപ്പൻഹൈമർ എന്ന അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഓപ്പൻഹൈമർ മാൻഹാട്ടൻ പ്രോജക്റ്റിന്റെ ശാസ്ത്രീയ നേതൃത്വം വഹിച്ചിരുന്നു. 1930കളിൽ ആണവ വിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയതാണ് ആറ്റം ബോംബിന്റെ അടിസ്ഥാനം. 1938 ജർമ്മൻ ശാസ്ത്രജ്ഞരായ ഓട്ടോ ഹാൻ, ഫ്രിറ്റ്സ് സ്ട്രാൻസ്മാൻ എന്നിവർ യുറേനിയം ആറ്റത്തിന്റെ വിഘടനം കണ്ടെത്തി. ഇതൊരു വലിയ ഊർജ്ജപ്രകാശത്തിന് കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നാസി ജർമ്മനി ആറ്റം ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഭയന്ന അമേരിക്ക 1942 മാൻഹാട്ടൻ പ്രോജക്റ്റ് ആരംഭിച്ചു. ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിൽ എൻറിക്കോ ഫെർമി, റിച്ചാർഡ് ഫൈൻമാൻ, ലിയോ സിലാർഡ് തുടങ്ങിയ പ്രമുഖ ശാസ്ത്രജ്ഞർ ഈ പദ്ധതിയിൽ പങ്കെടുത്തു. ലോസ് അലമോസ്, ന്യൂ മെക്സിക്കോ എന്ന സ്ഥലത്ത് രഹസ്യ ലബോറട്ടറി സ്ഥാപിച്ച് ഗവേഷണങ്ങൾ നടത്തി. ആണവ വിഘടനത്തിന്റെ ശക്തി ഒരു ആയുധമാക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. 1945 ജൂൺ 16 ട്രിനിറ്റി എന്ന പേര് നൽകപ്പെട്ട ആദ്യ ആറ്റം ബോംബ് പരീക്ഷണം നടത്തി. ഈ പരീക്ഷണം വിജയകരമായിരുന്നു. പക്ഷേ ഓപ്പൺഹൈമർ തന്റെ കണ്ടുപിടുത്തത്തിന്റെ ഭീകരത മനസ്സിലാക്കി. ഭഗവത്ഗീതയിലെ "ഞാൻ മരണമാണ്, ലോകങ്ങളുടെ നാശകാരി" എന്ന വാചകം അദ്ദേഹം ഉച്ചരിച്ചു. ഈ കണ്ടുപിടുത്തം യുദ്ധത്തിന്റെ ഗതി മാറ്റി, പക്ഷെ മനുഷ്യരാശിയുടെ മേൽ ഒരു ഭീഷണിയായി മാറുകയും ചെയ്തു. ആറ്റം ബോംബിന്റെ നിർമ്മാണം അതീവ ബുദ്ധിമുട്ടുള്ളതും ശാസ്ത്രീയമായ അറിവ് ആവശ്യമുള്ളതുമാണ്. ഇതിന്റെ അടിസ്ഥാനം ആണവ വിഘടനമാണ്, അതായത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ വിഘടിപ്പിച്ച് ഊർജം പുറത്തുവിടുന്ന പ്രക്രിയ. യുറേനിയം -235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം -239 പോലുള്ള റേഡിയോ ആക്ടിവിറ്റി വസ്തുക്കളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആറ്റം ബോംബിന്റെ നിർമ്മാണത്തിന് പ്രധാനമായും 4 ഘടകങ്ങൾ ആവശ്യമാണ്. 1 വിഘടന സാമഗ്രി, 2 ട്രിഗർ മെക്കാനിസം, 3 സ്ഫോടക വസ്തുക്കൾ, 4 ബോംബിന്റെ ഘടന. യുറേനിയം -235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം -239 ആണ് വിഘടനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ. യുറേനിയം -235 പ്രകൃതിദത്ത യുറേനിയത്തിൽ 1% മാത്രമാണ്. അതിനാൽ ഇത് വേർതിരിച്ചെടുക്കാൻ സങ്കീർണമായ എൻറിച്ച്മെന്റ് പ്രക്രിയ ആവശ്യമാണ്. ബോംബിന്റെ ഡിസൈനിൽ 2 തരമുണ്ട്: ഗൺ ടൈപ്പ് ബോംബും ഇംപ്ലോഷൻ ബോംബും. ഗൺ ടൈപ്പ് ബോംബിൽ 2 യുറേനിയം ഭാഗങ്ങളെ വേഗത്തിൽ ഒന്നിച്ചു ചേർത്ത് വിഘടനം ആരംഭിക്കുന്നു. ഹിരോഷിമയിൽ ഉപയോഗിച്ച ലിറ്റിൽ ബോയ് ഇതായിരുന്നു. ഇംപ്ലോഷൻ ബോംബിൽ പ്ലൂട്ടോണിയം ഒരു കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വിഘടനം ഉണ്ടാക്കുന്നു. നാഗസാക്കിയിൽ ഉപയോഗിച്ച ഫാറ്റ്മാൻ ഇതിന്റെ ഉദാഹരണമാണ്. ന്യൂട്രോണുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ട്രിഗർ സംവിധാനം വിഘടന പ്രക്രിയ ആരംഭിക്കുന്നു. ഇതിനായി ബോംബിന് ചുറ്റും സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കുന്നു. ഈ പ്രക്രിയകൾക്ക് വലിയ ലബോറട്ടറികളും വൻ തുക ചെലവഴിക്കേണ്ടതുണ്ട്. ആധുനിക ആറ്റം ബോംബുകൾ കൂടുതൽ ശക്തവും സങ്കീർണവുമാണ്, പക്ഷെ അവയുടെ നിർമ്മാണം രഹസ്യമായി തുടരുന്നു. ആറ്റം ബോംബിന്റെ ഉപയോഗം അതീവ ഗുരുതരമായ തീരുമാനമാണ്, കാരണം അതൊരു രാഷ്ട്രത്തെ പൂർണ്ണമായി തകർക്കാൻ കഴിവുള്ളതാണ്. സാധാരണയായി ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് യുദ്ധകാലത്തോ രാഷ്ട്രീയ സൈനിക പ്രതിസന്ധികളിലോ ആണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഉപയോഗിച്ചത് യുദ്ധം അവസാനിപ്പിക്കാനാണ്. ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചതിനാൽ അമേരിക്ക ഇതൊരു അന്തിമ ആയുധമായി ഉപയോഗിച്ചു. തണുത്ത യുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആണവായുധങ്ങൾ ഒരു ഭീഷണിയായി ഉപയോഗിച്ചു. മ്യൂച്വലി അഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ എന്ന തത്വം ഈ കാലത്ത് പ്രചാരത്തിലായി. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന്റെ ആക്രമണം തടയാൻ ആറ്റം ബോംബ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ സുപ്രധാന താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയാവുമ്പോൾ. ആധുനിക കാലത്ത് ഭീകരവാദ ഗ്രൂപ്പുകൾ ആണവായുധങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു വലിയ ആശങ്കയാണ്.
എന്നാൽ ആറ്റം ബോംബിന്റെ ഉപയോഗം അന്താരാഷ്ട്ര നിയമങ്ങൾ, UN ചാർട്ടർ, അണവായുധ നിരോധന ഉടമ്പടി എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇന്ന് ആറ്റം ബോംബ് ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത എതിർപ്പിന് കാരണമാകും. ആറ്റം ബോംബ് ഒരു പ്രദേശത്ത് വീഴുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരവും ദീർഘകാലവുമാണ്. ബോംബ് പൊട്ടുമ്പോൾ ഒരു വലിയ സ്ഫോടന തരംഗവും താപവും ഉണ്ടാകുന്നു. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് 15 കിലോടൺ ശക്തിയുള്ള ബോംബായിരുന്നു. പക്ഷെ അത് നഗരത്തിന്റെ 70% തകർത്തു. സ്ഫോടന കേന്ദ്രത്തിൽ താപനില സൂര്യന്റെ ഉപരിതലത്തിന് തുല്യമാണ്. ഇത് കെട്ടിടങ്ങളും മനുഷ്യരും ഉരുകിപ്പോകാൻ കാരണമാകുന്നു. ബോംബ് പൊട്ടുമ്പോൾ പുറത്തുവരുന്ന ഗാമാ രശ്മികൾ ജീവജാലങ്ങൾക്ക് മാരകമാണ്. ഹിരോഷിമയിൽ ആദ്യ ദിവസങ്ങളിൽ റേഡിയേഷൻ മൂലം ആയിരങ്ങൾ മരിച്ചു. റേഡിയേഷൻ മൂലം ലുക്കീമിയ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും പ്രത്യക്ഷപ്പെടുന്നു. റേഡിയേഷൻ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വീണ ലിറ്റിൽ ബോയ് 80,000-ഓളം പേരെ തൽക്ഷണം കൊന്നു. നാഗസാക്കിയിൽ ഫാറ്റ്മാൻ 40,000 പേരുടെ ജീവൻ അപഹരിച്ചു. 2 നഗരങ്ങളിലും വർഷങ്ങൾക്ക് ശേഷവും റേഡിയേഷൻ ബാധിത നഷ്ടപ്പെട്ടു. ഈ ദുരന്തങ്ങൾ ലോകത്തിനൊരു മുന്നറിയിപ്പാണ്. ആറ്റം ബോംബിന്റെ ഉപയോഗം മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമാകും. ആറ്റം ബോംബിന്റെ ചരിത്രവും പ്രത്യാഘാതങ്ങളും മനുഷ്യരാശിയുടെ ശാസ്ത്രീയ കഴിവിന്റെ ഉജ്ജ്വലതയും ഭീകരതയും ഒരുപോലെ വെളിപ്പെടുത്തുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ട ദുരന്തം ആണവായുധങ്ങളുടെ നാശശക്തിയെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആയുധം ഒരു രാഷ്ട്രത്തെ മാത്രമല്ല, മനുഷ്യ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതി മനുഷ്യന് അനുഗ്രഹവും ശാപവുമാകാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആറ്റം ബോംബ്. ഇന്ന് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളാൽ കർശനമായി നിയന്ത്രിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഭീകരവാദ ഗ്രൂപ്പുകൾക്കോ ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രങ്ങൾക്കോ ഇവ കൈവശപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോഴും ലോകത്തിന് ഭീഷണിയാണ്. ഈ സാഹചര്യത്തിൽ സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മൂല്യം നാം തിരിച്ചറിയണം. ആറ്റം ബോംബിന്റെ ഭീകരതയെക്കുറിച്ചുള്ള ഓർമ്മകൾ ശാസ്ത്രത്തിന്റെ ഉപയോഗം ധാർമ്മികതയോടെ വിനിയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. മലയാളി പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് യുദ്ധത്തിന് പകരം സമാധാനത്തിനായി വാദിക്കാം. ശാസ്ത്രം മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടേണ്ട ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ആറ്റം ബോംബിന്റെ നിഴൽ നമ്മെ ഭയപ്പെടുത്താതെ സമാധാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് നടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.